ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മഴയും വെള്ളവും ഒക്കെ കിട്ടിയില്ലേ? പിന്നെ ഇന്ന് ചായക്ക് പുട്ടും ചെറുപയർ കറി കേട്ടാ. അപ്പോൾ ഈ 2 അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ പുട്ട് ഇവിടെ ഉണ്ടാക്കും കേട്ടാ. നിർബന്ധമാണ്. അപ്പം പുട്ടും ചെറുപയർ കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടം തന്നെ കേട്ടാ. അപ്പോൾ പുട്ടും ചെറുപയർ കറി. അപ്പം ഇന്ന് ഗ്യാസിൻ്റെ 2 അടുപ്പ് കത്തിക്കണമല്ലോ നമുക്ക് ഈ രാവിലെ. അടുപ്പത്ത് ചോറും വയ്ക്കണം. അപ്പം ഇന്ന് പുട്ടും കുടത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ഗ്യാസമ്മ വയ്ക്കാൻ നോക്കിയപ്പോൾ ഒരു ഭും ഭും എന്നൊരു ഒച്ചട്ടാ. അപ്പോൾ ഇടയ്ക്ക് ഗ്യാസ് നമ്മൾ കത്തിക്കുമ്പോൾ ഇങ്ങനെ ഒച്ച വരും. അപ്പം മുന്നൊക്കെ ഇതുപോലെ ഈ കൂറയൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെച്ചെങ്കിലും അങ്ങനെ ഉണ്ടാവും കേട്ടാ. അപ്പോൾ ഇന്നലെയൊക്കെ ഇങ്ങനെ കത്തിച്ചപ്പോൾ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഗ്യാസ് ഓഫാക്കും, പിന്നെയും ഓണാക്കും. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ അത് ശരിയാവും. ഇപ്പം ഇന്ന് ഗ്യാസ് കത്തിച്ച് നോക്കുമ്പോൾ ഈ പും പും എന്നുള്ള മാത്രം വെച്ച. അപ്പം ഞാൻ ആ ബർണർ എടുത്ത് നോക്കുമ്പോൾ ആ ബർണറിൻ്റെ സെൻറ്ററിലുള്ള ആ റിങ്ങൊക്കെ ദ്രുമിച്ചിട്ട് ഇങ്ങനെ വേറിട്ടിരിക്കുന്നു. അതിൽ പൊട്ടി പോന്നിരിക്കുന്നു. അപ്പോൾ ഒരടുപ്പ് പണി തന്നിട്ടാ. പിന്നെ ഒക്കെ ഒരടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ ഇന്നലെ രാത്രി ഏട്ടൻ മത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കി വെച്ച് ഇന്നലെ രാത്രി വറക്കും ചെയ്ത് ഇന്നേക്ക് കായം തേച്ച് വെക്കുകയും ചെയ്തിട്ടാ. പിന്നെ മറ്റൊക്കെ നന്നാക്കിയിട്ട് അങ്ങനെ ഫ്രീസറിലും വെച്ച്. അപ്പോൾ ചോറുണ്ട് വെന്താലും അടുപ്പത്ത് വേഗം കറി കണ്ട് വെക്കണമല്ലോ. അപ്പോൾ കുറച്ച് കൂളിങ്ങൊക്കെ എടുത്ത് വെള്ളത്തിയിട്ട് നമ്മൾ ചെറുപയർ കറിയൊക്കെ ആയി. അപ്പോൾ ചെറുപയർ കറിയൊക്കെ വെന്തപ്പോൾ അടുപ്പത്ത് ഞാൻ പുട്ടും കുറ്റിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരടുപ്പല്ലേ പറ്റുള്ളൂ. അപ്പോഴേക്കിന് ഞാൻ നാളികേരമൊക്കെ കുറച്ച് ചെറുപയറേക്കും അരച്ചൊഴിച്ചതിന് ശേഷം പിന്നെ അതിൽ മുളകും മല്ലിയും പെരുംജീരകവും ഒക്കെ ഇട്ടിട്ട് വേഗം അരച്ചെടുത്തിട്ടാ അപ്പോൾ അങ്ങനെ ആ കറിയൊക്കെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അടുപ്പത്ത് കൊണ്ടുവയ്ക്കാനാണ് കേട്ടോ. പിന്നെ എന്നും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാവിലെ ഇട്ടാ. ഒന്നുമില്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ട്രൈപോഡ് കയറി തരിക. ഇങ്ങനെ എന്താ ചെയ്യുക? പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടാ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങളൊക്കെ കമൻറ്റുകളൊക്കെ വായിക്കാൻ. അപ്പം നമ്മളെ സൗന്ദര്യ ഡ്രീംസ് ഇന്നലെ കമൻറ്റ് ഇട്ടിട്ടായിരുന്നു. വീഡിയോയും വിശേഷങ്ങളും പാചകങ്ങളും എല്ലാം ഇഷ്ടമായി. പിന്നെ ആദ്യം വന്നവരൊക്കെ നല്ല കിടിലൻ കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് പോയിണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ നമ്മളെ കുട്ടികൾ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഈ സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഈ ഫോണിന്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റും. അപ്പം പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സൂപ്പർ അങ്ങനെയൊക്കെ അധികമൊന്നും വലിച്ചു നീട്ടിയിട്ടൊന്നും എഴുതില്ല കേട്ടാ. അപ്പം നമുക്ക് നല്ല നല്ല കമൻറ്റുകൾ ഇടുന്ന കൂട്ടുകാരോടൊക്കെ ഒരു പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മീൻകറിയും പിന്നെ ഇന്നലെ കായം തേച്ച് വെച്ച മത്തിയുണ്ട്, അത് പൊരിക്കണം. അപ്പോൾ ഇന്നലെ മോൾക്കൊന്ന് കൊണ്ടുപോകാനും മോനും ഇന്നലെ സാമ്പാർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. മത്തി മോൾക്കൊക്കെ കൊണ്ടുപോകാൻ മത്തി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മോന് കുറച്ച് സോയാബീൻ വറുത്ത് പപ്പടം കാച്ചി അച്ചാറ് അങ്ങനെയൊക്കെ ആയിട്ട് ഉച്ചാമ്പളാട്ടാ. സോയാബീനൊക്കെ ഞാൻ അങ്ങനെ മസാലയൊക്കെ തേച്ചിട്ട് വെച്ചു. ഉച്ചാമ്പളാണ് പിന്നെ ഒക്കെ വറുത്തത്. അപ്പോൾ കറിയൊക്കെ മീനൊക്കെ ഇട്ട് വറ്റി വന്നപ്പോൾ കുറച്ച് ഉലുവാപ്പൊടിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉള്ളിക്ക് ഗ്യാസമ്മ കൊണ്ടുവച്ചിട്ട് കുറച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ച് ഒഴിച്ചിട്ടാണ്. നല്ല ടേസ്റ്റുള്ള മത്തി എന്നിട്ടാ. കുറേശ്ശെ പനിഞ്ഞീനുണ്ട്. ഇപ്പം അടുത്ത കാലത്തൊന്നും ഇല്ലേട്ടോ ഇത്രയും ടേസ്റ്റുള്ള മത്തി വറുത്തിട്ട് എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നാ പറയുക. അങ്ങനെ രാവിലെ മഴയൊന്നും ഇല്ല കേട്ടോ. അതേരം വെളിച്ചാവോളം മഴയൊക്കെ പെയ്തിരുന്നു. അപ്പോൾ കോഴീനെയൊക്കെ ഒന്ന് വിടുക കേട്ടോ. അപ്പോൾ കൂടൊക്കെ കാലിയായിട്ടോ. ഒക്കെ ഒടുങ്ങി കോഴികളൊക്കെ. അപ്പോൾ അങ്ങനെ കൂട് തുറക്കുമ്പോൾ അങ്ങനെ വിഷമാവും കേട്ടോ. അങ്ങനെ മറ്റിങ്ങനെ ഓടും കോഴികൾ. അപ്പം മിഞ്ഞാന്നൊരു ചക്കണ്ട് വീണിട്ട് പ്ലീച്ചിട്ടുണ്ട് വീണിട്ടാ. വിന്തേച്ചിടത്ത് ആ മതിൻ്റെ അവിടേക്കാണ് വീണത്. അപ്പോൾ നല്ല കുരു. അപ്പം നല്ല കുരുവാണല്ലോ. അപ്പോൾ ഞാൻ ആ കുരുവൊക്കെ ഒരു ബക്കറ്റിലേക്ക് പറക്കിയിട്ട് കഴുകി ഒക്കെ ഒന്ന് ഒലർത്തി എടുത്തിട്ടാ. അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് മുരിങ്ങയില എന്തെങ്കിലുമൊക്കെ ഇട്ട് ഉണക്കലും ഒക്കെ ഉണ്ടല്ലോ. ഉണക്കച്ചെമ്മീനില എന്തിനെങ്കിലുമൊക്കെ ഇടാമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് എപ്പയിലാക്കി അടച്ചിട്ടിട്ടാ. അപ്പോൾ അപ്പൊന്ന് ഉറങ്ങി തന്നെ ഇരുന്നിട്ട് രാവിലെ
അപ്പോൾ എണീച്ചപ്പോൾ കുറച്ച് പുട്ടും ഒരു കഷ്ണം മത്തി മീനൊക്കെ കൂട്ടി തിരുമ്പിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടാ. അപ്പോൾ വെല്ലെ ഇരുന്നിട്ട് തന്താര പോലെ ഒക്കെ തിന്നിട്ടാ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അടുത്ത വീട്ടിൽ നിന്ന് ഒരു കഷ്ണം ചക്ക കിട്ടിയിട്ടാ. നല്ല മധുരമൊക്കെ ഉള്ള ചക്കയായിരുന്നു കേട്ടാ. അപ്പോൾ ഈ ഒരു ഈച്ച ഉണ്ടല്ലോ, ചെറിയ ഈച്ച ഇങ്ങനെ അറക്കുക. അപ്പോൾ അത് ഇനിയിപ്പോൾ അവിടെ വയ്ക്കണ്ടല്ലോ, വേഗം പറിച്ചിട്ട് ഒക്കെ പശുവിൻ്റെ വെള്ളത്തിലൊക്കെ കൊണ്ടിട്ട് ചുളയൊക്കെ എടുത്തിട്ട് അടച്ചും വെക്കാമല്ലോ, മോന് വേണമെങ്കിൽ മോനും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതായിട്ട് പറിച്ച് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് പനമ്പാട്ടിക്ക് പോകാൻ. അപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കട ഉണ്ട് പനമ്പാട്ട, ഹോം സെൻറ്റർ എന്ന് പറയും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബർണർ മേടിക്കണം. പിന്നെ ആ ബർണർ കേടുവന്നതിൻ്റെ തന്നെ സ്റ്റാൻഡിൻ്റെ ആ കാലൊന്നും ഇങ്ങനെ ഒടിഞ്ഞിട്ടാ. അപ്പോൾ അതും മേടിക്കണം. അപ്പോൾ വേഗം പണികളൊക്കെ നോക്കുകയാണ് കേട്ടാ. അപ്പോൾ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടാ, തിരുമ്പലും എല്ലാം കഴിഞ്ഞ് മെഷീനിലൊക്കെ ഇട്ട് ഉണക്കി ഒക്കെ ഇട്ട് ട്രൈ ആക്കിയിട്ടൊക്കെ ഞാൻ വിരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ചക്ക കിട്ടിയത്. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ ചക്ക എലിശ്ശേരി ആയാലും ഉപ്പേരി ആയാലും പഴുത്തതായാലും. അപ്പോൾ ഈ ചക്കക്കാലൊക്കെ ആയാൽ മൂപ്പര് ഇവിടെ ഉണ്ടാവലില്ല കേട്ടാ. അപ്പം നമുക്ക് ഇങ്ങനെ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര വിഷമാവും. ഇങ്ങനെ ചോദിക്കും, അവിടുന്ന് ചക്കട്ടി ഇവിടുന്ന് ചക്കട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ആക്കെ തീർത്തിട്ടാ. മൂപ്പർക്ക് നല്ല ചക്കൊക്കെ കിട്ടിയിരിക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ ചക്ക. അപ്പോൾ ചുളയൊക്കെ പറിച്ചിട്ട് ഞാൻ മോനും കുറച്ച് കൊടുത്ത്, ഏട്ടനും കൊടുത്ത് വെച്ച്. പിന്നെ ഈ പറിക്കുമ്പോൾ ഈ പകുതി പോയ പീസ് പോലത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ പറിക്കുമ്പോൾ ഞാനും കഴിച്ച്. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉള്ളൊരു ചക്കയായിരുന്നു കേട്ടാ. അപ്പം അങ്ങനെ ഇന്നത്തെ ചക്ക വിശേഷങ്ങളൊക്കെ. പിന്നെ നമ്മളെ പുതിയ കൂട്ടുകാർ ഒക്കെ വന്നവരൊക്കെ ഇങ്ങനെ പപ്പിയുടെ അപ്പൂൻ്റെ വീഡിയോയിൽ കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോദിച്ചിരുന്നു എന്താണ് ജൂലീനെ അഴിച്ചു വിടാത്തത്, എന്തിനാണ് ഇങ്ങനെ കെട്ടിയിരുന്ന് അഴിച്ചു വിട്ടൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ ഇപ്പോൾ ജൂലിയുടെ സ്വഭാവങ്ങൾ. അപ്പം ജൂലിയുടെ എനിക്ക് ജൂലീനെ അറിയണ അന്ന് തൊട്ടിട്ടുള്ള ഒരു ജൂലിയുടെ ഒരു കുറിപ്പ് ഞാൻ പറയുന്നുണ്ട് കേട്ടാ. ഒരു നീണ്ട കഥ. അപ്പം ആ കേട്ടാൽ കൂട്ടുകാർക്ക് അറിയും ഞാൻ എന്തുകൊണ്ടാണ് ജൂലീനെ കെട്ടിയിടുന്നതെന്ന് കേട്ടാ. അപ്പോൾ അത് വീഡിയോൻ്റെ ലാസ്റ്റ് അത് ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടാ. അപ്പം നമ്മളെ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം കേട്ടോ അതൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരുപാട് കമൻറ്റിൽ ഈ ജൂലിനെ കുറിച്ചിട്ട് കെട്ടിയിടുന്നതിനെ കുറിച്ചിട്ട് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടിയിട്ടുള്ള ഒരു മറുപടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞുള്ളത്. പിന്നെ നമ്മളെ മഴ പെയ്താൽ വെള്ളം ഇങ്ങനെ ഈ നിറഞ്ഞിട്ട് ഞങ്ങളെ പഠിക്കുന്നു. പിന്നെ അങ്ങനെ ഉള്ളിൽ കൂടെ പോവാതെ മേലെ കൂടെ പോവട്ടാ. അപ്പോൾ കച്ചറയും എല്ലാം വന്ന് അവിടെ അടിഞ്ഞിട്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതിൽ ഇപ്പോൾ കാനൊക്കെ മണ്ണൊക്കെ എടുത്തിട്ടൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ട് പോയി. കച്ചറയും ഇതൊക്കെ ഉള്ള മണ്ണ് പിന്നെ നല്ല ക്ലീൻ ആക്കിയിട്ടാ കാനൊക്കെ. അപ്പോൾ മഴയൊക്കെ പെയ്താൽ നല്ല സൂപ്പറായിട്ട് തന്നെ അടിയിൽ കൂടെ. അപ്പോൾ ഈ കല്ലൊക്കെ അടഞ്ഞു കിടന്നിട്ടാട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി അവർ ഒക്കെ റോഡൊക്കെ ക്ലീനാക്കിയിട്ടാ കാന. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പറഞ്ഞത്. കണ്ട അതിൻ്റെ ഒരു ഉള്ളിൽ നിന്നൊരു കഷ്ണം ആ റിങ് കണ്ട പൊട്ടിയിട്ട് പോകുന്നതാ. പിന്നെ ഞാൻ ഈ ബർണറൊന്നും അങ്ങനെ എപ്പോഴും എടുത്തിട്ട് കഴുകുമൊന്നുമില്ല കേട്ടാ. അപ്പോൾ അങ്ങനെ ഞാൻ പോവാണ് കേട്ടോ കൂട്ടുകാർ. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടൊക്കെ. അപ്പോൾ 2 അടിയാണ് നടന്നാൽ മതി കേട്ടോ മൺപാട്ടിക്ക്. അപ്പോൾ അവിടെ തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഒരാളുള്ളൂ അവിടുത്തെ ആ കടയത്തെ തന്നെയാണ് കേട്ടോ സ്വന്തം. അപ്പോൾ ഒരാൾക്ക് എടുത്തു കൊടുക്കുന്ന തിരക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പിടിച്ചതാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വല്ല പ്രസൻറ്റേഷൻ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും നമ്മളെ കുടുംബശ്രീയുടെ തന്നെ ആരെങ്കിലും കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുടുംബശ്രീയിലുള്ളവരെ ഒക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെയിട്ടാ സാധനങ്ങളൊക്കെ പ്രസൻറ്റേഷനായിട്ടൊക്കെ മേടിക്കുക. അപ്പോൾ ആ ഉണ്ണിയപ്പത്തിൻ്റെ പാനൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടാണ്. പക്ഷേ അതിലേക്ക് മിസ്റ്റേക്ക് നല്ല ഉണ്ണിയപ്പത്തിൻ്റെ ഇൻഡാലിയത്തിൻ്റെ ചട്ടി കണ്ടിട്ടാ ഇരിക്കുന്നത് കണ്ട. നല്ല ഇഷ്ടമായി. 415 രൂപയാണ്. എൻ്റെ ചെറിയ ഉണ്ണിയപ്പമാണ്. പിന്നെ വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ ഒഴിച്ചാൽ 500 രൂപ കേട്ടോ അതിന്. ഇങ്ങനെ പുറത്തേക്ക് പോവുക. അപ്പോൾ അതൊരു
എന്തോ ഒരു പോലെ. പക്ഷേ ഇപ്പോൾ പൈസയൊന്നും ഇല്ല കേട്ടാ, നമുക്ക് പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ മേടിക്കാം. അപ്പോൾ എല്ലാ പാത്രങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടണ പാത്രത്തിനൊക്കെ വില ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ. അപ്പോൾ ബർണറൊക്കെ അയാൾ എടുത്ത് തന്നു, നോക്കിയിട്ട് പാകം നോക്കിക്കോ പറഞ്ഞിട്ടപ്പോൾ ഞാൻ കൊണ്ടുപോയിണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുന്നിട്ട് ഇട്ട് നോക്കുമ്പോൾ ബർണർ നല്ല പാകമായിട്ടാ. അപ്പോൾ ഈ സ്റ്റാൻഡ് ആ മറ്റേ ഓട്ടേനേക്കാളും കുറച്ച് ഗ്യാപ്പാണ്ട് നീങ്ങി, ലേശം വലിപ്പം കൂടുതലിരുന്നിട്ടാ. അപ്പോൾ മുന്നേ ഞാൻ അതുപോലെ മേടിച്ചത് അളവ് കൊണ്ടുപോയിട്ടൊന്നല്ല കേട്ടോ, അത് പാകമായി. പക്ഷേ ഇത് പാകമായില്ല. അപ്പോൾ ആയിട്ട് വീണ്ടും പോയി കത്തിച്ചപ്പോൾ നല്ല സൂപ്പറായിട്ട് ഹലോ കൂട്ടുകാരെ, അപ്പോൾ കുറേ കൂട്ടുകാരിങ്ങനെ കമൻറ്റിൽ പറയുന്നുണ്ട് ജൂലീനെ എന്തിനാ കെട്ടിയിരുന്നത്, എന്താ അഴിച്ചു വിടാത്തതെന്നിട്ടാ. അപ്പോൾ ജൂലീനെ ചെറിയ കുട്ടിയാകുമ്പോഴൊന്നും കൊടുന്ന് നോക്കിയതല്ല ഞങ്ങൾ. ഒരു ഏതാണ്ട് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഞങ്ങൾ ഓളെ കാണുന്നത്. ഞങ്ങളൊരു തറവാട്ട് അമ്പലമുള്ള വീട്ടിലേക്ക് ഞങ്ങൾ അമ്പലത്തിലേക്ക് എണ്ണയും തിരിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ജൂലീനെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല സ്നേഹമാണ്. എന്താ വെച്ചാൽ ജൂലി സ്നേഹം കിട്ടി വളർന്നിട്ടില്ല. ഇങ്ങനെ നമ്മളൊരു പട്ടീനെ തിന്നാൻ കൊടുത്ത് നോക്കുക, അതിലുപരിയായിട്ട് വേറൊന്നും ഇല്ല. അപ്പം സ്നേഹം കിട്ടിയുള്ള ഓൾക്ക് ഇവിടെ വന്നിട്ടാണ്. അപ്പം അങ്ങനെ ഒന്നിച്ചില്ല 2 കൊല്ലത്തിൻ്റെ അടുത്ത് ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാനും മോളൊക്കെ പോകും അമ്പലത്തേക്ക് എണ്ണയൊക്കെ ആയിട്ട് പോകുമ്പോൾ ജോലിക്കുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ ആയിട്ട് പോകും. അങ്ങനെ ഞങ്ങളോട് ചെല്ലുമ്പോഴത്തേന് ഭയങ്കര സ്നേഹമാണ്, കുരയും വാലാട്ടും. അപ്പോൾ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ ഓൾ ഇറങ്ങി വരും, കാലിൻ്റെ വീട്ടിലാണ്ട് വന്ന് കിടക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ വിളക്ക് കളിക്കാനല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകും ജൂലീനെ കാണാൻ. ഇടയ്ക്ക് മോള് പറയുമ്പോൾ ജൂലീനെ കണ്ടിട്ട് വരികയാണ്, അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ നല്ല അടുപ്പായിരുന്നു. ഒരു ദിവസം എന്തോ തിന്നാനൊക്കെ ആയിട്ട് പോയപ്പോൾ അവിടെ ആ ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് അതിൻ്റെ മോനാണ് കൊടുന്നു കൊടുത്തത് ഇതിനെ. അപ്പോൾ ഇതിനോട് ചോദിക്കാതെ അത് വേറെ ആർക്കോ കൊടുത്തത്ര അതിൻ്റെ മോൻ. അപ്പോൾ അതിനും ഭയങ്കര വിഷമമായി. അപ്പോൾ ആ കൊടുത്ത ആളിനൊക്കെ അറിയും, വീടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ബസ്സിനൊന്നും പോകേണ്ട ഉൾവഴിയാണ്. അപ്പോൾ ഭയങ്കര വിഷമമായി, മോൾക്കും നല്ല സങ്കടമായിട്ടാണ്. എന്താ വെച്ചാൽ അറിയാതെ കണ്ട് പോയതല്ലേ. പിന്നെ ഇങ്ങനെ തോന്നി, കുറേ കഴിയുമ്പോൾ തോന്നും ജൂലീനൊന്ന് പോയി കണ്ടെങ്കിലോ അങ്ങനെയൊക്കെ തോന്നും കേട്ടാ. അങ്ങനെ അധികമൊക്കെ ഇടയ്ക്കൊക്കെ പോകുമ്പോഴേക്ക് തോന്നും ഒന്ന് കയറി കണ്ടെങ്കിലോ എന്നൊക്കെ തോന്നും. അപ്പോൾ അവിടെയുള്ള ആ ചേച്ചി ഇപ്പോൾ ഈ ജോലിയുള്ള വീട്ടിലത്തെ ചേച്ചി തൊഴിലുറപ്പിനൊക്കെ പോകണതാണ്. അവിടെ ഉള്ളവരൊക്കെ ഓരോ പണിക്കും പോകണതാണ്. പിന്നെ ഈ നായനെ കൊണ്ടുപോയി അവൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. എല്ലാവരും പോവും. അപ്പോൾ തിന്നാനൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ പോവുക ചെയ്യുക. അപ്പോൾ വീടിനോട് ചേർന്നിട്ടൊന്നുമല്ല, കുറച്ച് താഴത്തേക്കാണ് കേട്ടോ കൂടൊക്കെ. ഇവരെ വീടൊരു മേലെയാണ്. അപ്പോൾ കടിക്കുക ഈ ചതിയെന്തു അപ്പോൾ താപ്പിട്ടിയപ്പോൾ കടിക്കുക വേണ്ട പോവോ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു വർഷമൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടാ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം വരുമ്പോൾ അവിടെ എത്തിയപ്പോഴേക്ക് തോന്നി ഒന്ന് ജോലീനെ ഒന്ന് കണ്ടെങ്കിലോ എന്നിട്ടാ. ഭയങ്കര ഒരു വിങ്ങൽ പോലെ മനസ്സിലായി അവിടെ എത്തിയപ്പോൾ. അപ്പോൾ അവരുടെ വീട് ഇങ്ങനെ മേലെയാണല്ലോ. അപ്പോൾ ആ താഴെ നിന്നിട്ട് അതിൻ്റെ അവിടുത്തെ ആ ചേച്ചീനെ കണ്ടു. അപ്പോൾ ഞാൻ ചേച്ചിയെ ജോലീനെ ഒന്ന് കാണാൻ ഇവിടെ ഉണ്ടാ ഒന്ന് കാണാനെന്ന് പറഞ്ഞു. എൻ്റെ ശബ്ദം ഉണ്ട് കേട്ട വഴിക്ക് അപ്പം ഞാൻ നിൽക്കണേൻ്റെ അടുത്ത് തന്നെ ആട്ടുംകൂടാണ്. അതിലായിരുന്നത്. ഞാൻ ആട്ടുംകൂടിൽ ആടല്ലേ വെച്ചിട്ട് പിന്നെ ഞാൻ നോക്കും ചെയ്തില്ല. ഓടിയിട്ട് വന്ന് വലിയ ചങ്ങല ഇട്ടിരിക്കുകയാണ്. വന്നിട്ട് എൻ്റെ കാലിൻ്റെ വീട്ടിലാണ് മലന്ന് കിടന്നിട്ട്. അപ്പോഴേക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അതിൻ്റെ ഷോർട്സൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ഞാൻ പോന്നിട്ടാ. അപ്പം അന്ന് ഏട്ടൻ ഇവിടെ ഉണ്ട് വന്ന സമയം. അപ്പം ഞാൻ പറഞ്ഞ് ഭയങ്കര വിഷമമായി പോയിട്ടാ. അപ്പോൾ 1 മണിയാണ് സമയം കേട്ടാ. അപ്പോൾ തലേ ദിവസം രാത്രി അതിന് വെച്ച് കൊടുത്ത ചോറ് ശരിയേരെ തിന്നിട്ടുള്ളൂ. വെറും മുളക് കറി ഒഴിച്ച ചോറ് അങ്ങനെ ഇരിക്കുന്നു. അത് ഒന്നും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടും കൂടി ഇല്ല. രാവിലെ ഒന്നും അതിനൊന്നും കൊടുത്തിട്ടും ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ്.
അപ്പോൾ എന്നിട്ട് എൻ്റെ കാലിൻ്റെ വീട്ടിലൊക്കെ വന്ന് വീണിട്ടത് നേരെ കയറി വീട്ടിൽ തന്നെ പോയി കിടന്നു. അങ്ങനെ ഞാൻ വന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞ് പാവമായി ഗോവേട്ടാ, ജോലി നമുക്ക് നോക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ, അതിനവിടെ ഒരു ഇതില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗോവേട്ടൻ വെറുതെ അവിടുത്തെ ഓനെ അറിയാം വിളിച്ചു നോക്കി. അപ്പോൾ പറഞ്ഞ് എടുത്ത വഴിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് വേണം ഇവിടെ, ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പോകും, പിന്നെ അച്ഛന് സോഡിയം കുറഞ്ഞിട്ടൊന്നും വയ്യ ഭക്ഷണം കൊടുക്കാനൊന്നും, അമ്മയ്ക്കാണെച്ചെങ്കിൽ പിന്നെ ഇതിനൊന്നും ഇഷ്ടമല്ല, അമ്മയും രാവിലെ പണിക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എന്നാൽ വേണം, ഞാൻ പ്രതീഷിനോട് പറയട്ടെ എന്നൊക്കെ പറഞ്ഞു. പ്രതീഷിനോട് പറഞ്ഞപ്പോൾ കൊണ്ടേക്കോളാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മളൊന്നും മോഹിച്ചിട്ടൊന്നല്ല കേട്ടാ, പൈസയ്ക്കും അല്ല ഒന്നും മോഹിച്ചിട്ടുമല്ല. ഓളെ മരണം വരെ ഓളെ നല്ലപോലെ തിന്നാൻ കൊടുത്ത് നോക്കാലോ എന്നുള്ളതിൽ അങ്ങനെ കൊണ്ടുവന്നതാട്ടാ. അപ്പോൾ അന്ന് മുതൽ ഓള് സ്നേഹം എന്താണെന്നും നല്ല ഭക്ഷണം എന്താണെന്നൊക്കെ അറിഞ്ഞു കിട്ടാ. ഈ രാവിലെ പുട്ടാണെച്ചെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കും, അതാണ് ഓൾക്ക് ഇഷ്ടം. ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ മീൻ വാങ്ങും, 50 രൂപയ്ക്കൊക്കെ മീൻ. നമുക്ക് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടിയിട്ടൊന്നുമല്ല കേട്ടാ, കിട്ടിയിട്ടൊന്നുമല്ല. ഇപ്പം നമ്മൾ 50 രൂപയ്ക്ക് മീൻ വാങ്ങിയിട്ട് 3 ദിവസമൊക്കെ എടുക്കും. മത്തി കറി വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓൾക്ക് മീൻ സെപ്പറേറ്റ് എടുത്തിട്ട് ചോറ് കൊടുക്കും. ബേക്കറിയിൽ നിന്ന് എല്ലാം ഇതൊക്കെ അത് കൊടുന്ന് കൊടുക്കും. ഓൾക്ക് ഇന്ന് പരമ സുഖമായിട്ടാ. അപ്പോൾ വിടാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഓളങ്ങനെ വളർന്ന രീതിയായിരിക്കും. കോഴീനെ പിടിക്കും, പിന്നെ ഇവിടുന്ന് 2 പ്രാവശ്യം കയറഴിഞ്ഞ് പോയിട്ട് ഇന്ന ഈ ലോകം മുഴുവനും ഇട്ട് ഓടിച്ച്. നമ്മളങ്ങനെ ഓടേണ്ട ഒരു പ്രായമൊന്നുമല്ലല്ലോ. അപ്പോൾ ഓടാൻ വിചാരിച്ചാലൊക്കെ ഓടൂട്ടാ, അത് വേറെ കാര്യം. എന്നിട്ട് അങ്ങനെ ഓടിച്ചിട്ട് വന്നിട്ട് കൂട്ടിൽ കയറി. അങ്ങനെ 3 പ്രാവശ്യമൊക്കെ കയറഴിഞ്ഞ് പേർക്കുന്നു. അപ്പോൾ ഇന്നാളൊരു ദിവസം ഞാൻ ബേക്കറിക്ക് വേസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ മുൻവശത്ത് നിന്നിരുന്ന ആൾ വന്ന് നോക്കുമ്പോൾ ഇല്ല. അപ്പോൾ ക്യാമറയിൽ നോക്കുമ്പോൾ പോണത് കാണുന്നുണ്ട്. അങ്ങനെ ജോലി വെച്ചിട്ട് ഞാനും ഓബേട്ടനൊക്കെ ഒരു ഭാഗത്തേക്ക് പോവുക. ഞാൻ അങ്ങനെ റോഡിലും അപ്പുറത്തെ അവിടെയൊക്കെ പോയി വിളിച്ച് ബേജാറായി. ഇത് എവിടേക്കാണ് പോവുക, നിലത്ത് കൂടെ അങ്ങനെ ഉരുണ്ട് പോകണമല്ലേ, വല്ല നായ്ക്കളും ഇതിനെ ആക്രമിക്കുകയോ എവിടേക്ക് വെച്ചിട്ടാണ് പോവുക. കവുത്തിൽ വലിയ ചങ്ങലയും കയറൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ റൗണ്ട് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഓൾ തന്നെ വന്ന് കൂട്ടി കയറി. അപ്പോൾ ഓൾ കൂട്ടിൽ വന്ന് കയറിയ എന്തുകൊണ്ടാണ്, ഓൾക്ക് ഇവിടെ അത്രയും സുഖമാണ്. ആ ഒരു സുഖം ഓള് ജീവിതത്തിൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഓള് വന്ന് കയറിയത്. അപ്പോൾ ഓളെ വിടാൻ പറ്റില്ല കൂട്ടുകാരെ, അതുകൊണ്ടാണ് കേട്ടോ ഓളെ വിടാത്തത്. ഓൾക്ക് സുഖമാണ്, കെട്ടിയിട്ട് വെച്ചെങ്കിലും ഓൾക്ക് സുഖമാണ് കേട്ടോ. നമ്മൾ 3 നേരം ഭക്ഷണം കൊടുക്കും. പിന്നെ അതിലിടയിൽ ബേക്കറിയിലത്തെ ചിക്കനൊക്കെ പിച്ചേൻ്റെ ആ എല്ലും ഇതൊക്കെ ആയിട്ടുള്ളത് അത് കൊണ്ടുവന്ന് കൊടുക്കും. 4 മണിക്കൊക്കെ നമ്മൾ എന്തെങ്കിലും കടി വല്ല കേക്കൊക്കെ കൂട്ടി കഴിക്കേണ്ടെങ്കിൽ കേക്ക് കൊടുക്കും. അപ്പോൾ ഓൾക്ക് ഇവിടെ സുഖമാട്ടാ, കെട്ടിയിരുന്നോണ്ടൊന്നും തോന്നണ്ട. പിന്നെ ഒരു കോഴിക്കും ഉമ്മറത്ത് കൂടെ പോകാൻ പറ്റില്ല. ഒരു ദിവസം കോഴിയിൽ ഒച്ച കേട്ടിട്ട് എത്ര പ്രാവശ്യം കോഴീനെ 2 കൈ കൊണ്ടോട്ട് പിടിച്ച് വെച്ചിട്ട് തൂവലിങ്ങനെ കടിച്ചിട്ട് ഇങ്ങനെ പറിച്ചിരിക്കും. കോഴീന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു തരം ആക്ഷനാണ് കോഴീനെ കണ്ടുപിടിച്ചിങ്ങ ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലവട്ടിയിട്ട് ആ ചേച്ചി റേഷൻ കടയിലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് പറയും, കാര്യമൊക്കെ നന്ന് വിട്ടാൽ പിന്നെ പൊടി പോലും കാണില്ല, കോഴിനെയും പിടിക്കും പറയും. ഇവിടെ ഒരു പൂച്ച സൺസൈഡുമ്പോൾ കൂടെ അതിൻ്റെ കുട്ടീനായിട്ട് പോവുമായിരുന്നു. ജൂലിയുടെ അവിടെ എത്തിയപ്പോൾ താഴത്തേക്ക് വീണ ആ കുട്ടി അങ്ങനെ അതിനായിട്ട് പിടിച്ച് കൊന്ന്. ഒരു ദയവും ഇതൊന്നുമില്ല. എന്താ ഇപ്പോൾ ഈ അപ്പൂനെ എന്തോ ഒരു ഇഷ്ടപ്പെട്ടെന്ന് മാത്രം. ഞാനെനിക്ക് അതായിരുന്നു അപ്പൂനെ കൊണ്ടുവരുമ്പോൾ പേടി, ജോലി എന്ത് ആവും എന്നുള്ള ആ ഒരു ഇതായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതാണ് കേട്ടോ കൂട്ടുകാർ. അല്ലാതെ നമുക്ക് ജോലിനെ കിട്ടിയിടാനുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല കേട്ടോ. ഇനി ജോലി മരണം വരെ എന്തായാലും വയ്യാതെ ആയാലും എന്തായാലും നമ്മളെവിടെയും കൊണ്ടുപോയി കളയൊന്നുമില്ല കേട്ടോ, നോക്കിയെടുക്കുക തന്നെ ചെയ്യും. ഓള് മരിക്കുന്നവരെ ഓള് ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അപ്പൂനെ ഓളെ പോലെ ഒന്നും വളർത്തില്ല കേട്ടാ, നല്ല ചെക്കനായിട്ട് തന്നെ ഓനെ വളർത്തിയെടുക്കും. ഇപ്പോൾ കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ വിറ്റത്ത് കൊണ്ട് മൂത്രമൊഴിക്കാനൊക്കെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ വന്നിട്ട് അകത്തൊഴിക്കും. അപ്പോൾ ഇപ്പം അതിൻ്റെ പ്രായം അതല്ലേ.
അപ്പോൾ ഓനെ കുറച്ച് ഇതൊക്കെ പഠിപ്പിക്കണമെന്ന് ഉണ്ട്. ഒന്നുമല്ല, ഒന്ന് ഇരിക്കാനും ഒന്ന് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അങ്ങനെ സ്നേഹം കൊടുത്തിട്ട് ഓനെ വളർത്തണം. അപ്പം നമ്മളെ കൂട്ടുകാർക്കുള്ളൊരു മറുപടി അതിട്ടാ കൂട്ടുകാർ. ആരാണ് ആരാണ് അതിനെ പേടിപ്പിക്കണ്ട. അപ്പോ ആരാണപ്പോ അത്ര തന്നെയുള്ളൂ കേട്ടാ. മറ്റൊരു വീഡിയോ നാളെ വരാം.